റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണിത്. അത് സിമ്പിളാണ്. എ എന്നൊരു സെറ്റ് വന്നിട്ടുണ്ട്, സെറ്റ് 1 2 3 5. ബി എന്ന സെറ്റ് വന്നിട്ടുണ്ട് 4 6 9. അതിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമാണ് തന്നിരിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് ഓഡ്. ഓക്കെ, അത് വൃത്തിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്. ഓക്കെ, അതായത് നമ്മൾ എഴുതുന്ന ഓർഡേർഡ് പെയേഴ്സിൻ്റെ പ്രത്യേകത എന്താ? അതിലെഴുതുന്ന എക്സും വൈയും ആണ് എഴുതുന്നുണ്ടെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും ഡിഫറൻസ് ഓഡായിരിക്കണം. എക്സ് എടുക്കുന്നത് എയിൽ നിന്നാവണം, വൈ എടുക്കുന്നത് ബിയിൽ നിന്നായിരിക്കണം. അപ്പോൾ നമുക്കറിയാം എയിൽ നിന്ന് ബിയിലേക്കാണ് റിലേഷൻ എങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് എയിലത്തെ ആളായിരിക്കും, സെക്കൻഡ് എലമെൻറ്റ് ബിയിലത്തെ ആളായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതണം നോക്കിയോ. ഞാൻ വേണ്ട മാത്രം എടുത്ത് എഴുതിയിട്ടുണ്ട്. എ എന്ന സെറ്റ്, ബി എന്ന സെറ്റ് എഴുതിയിട്ടുണ്ട്. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് ബിയിലേക്കാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കാം. ഫസ്റ്റ് ഞാൻ 6 എഴുതി തുടങ്ങാം. റോസ്റ്റർ ഫോമാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് എലമെൻറ്റ് 1 എഴുതി എഴുതാം. ഓക്കെ, അതായത് എയിൽ നിന്ന് 1 എന്ന എലമെൻറ്റ് എടുത്തു എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിന്ന് ഏതൊക്കെ എലമെൻറ്റ്സ് അതിന് പെയറായിട്ട് എഴുതാം. നമുക്ക് വേണമെങ്കിൽ ആരോ ഡയഗ്രം വെച്ച് നോക്കാം. ആരോ ഡയഗ്രത്തിൽ ഞാൻ എയും ബിയും വരച്ചിട്ടുണ്ട്. 1ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് 6ലേക്കൊക്കെ റിലേറ്റഡ് ആക്കാം, അല്ലെങ്കിൽ 1ന് ആരൊക്കെ റിലേറ്റഡ് ആയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഞാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വരച്ചപ്പോൾ 1 4ലേക്ക് വരച്ചു. ഡിഫറൻസ് കാണുമ്പോൾ ഓഡ് നമ്പർ കിട്ടൂലേ? 1 4 വരച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഓഡ് നമ്പർ അല്ലേ, 3 അല്ലേ? അപ്പോൾ 1 4 ഓക്കെയാണ്. അപ്പോൾ ഞാൻ 1ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 4 എനിക്ക് എഴുതാം. അടുത്ത് നോക്കാം, 1 6ലേക്ക് വരയ്ക്കാൻ പറ്റുമോ? ഡിഫറൻസ് എന്താ? 1ൻ്റെ 6ൻ്റെ 5 ആണ്. ആ 1ൽ നിന്ന് 6ലേക്കും വരയ്ക്കാം. ഓക്കെ, ശരിക്കും ആരോ ഡയഗ്രം വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ആരോ ഡയഗ്രം നല്ലതാണ്. അടുത്തത് ആലോചിക്കുക, 1ൽ നിന്ന് 9ലേക്ക് വരയ്ക്കാൻ പറ്റുമോ? ഇല്ല, കാരണം ഡിഫറൻസ് അവിടെ 8 ആണ്, ഓഡല്ല ഈവൻ ആണ്. ഓഡ് പറഞ്ഞാൽ ഒറ്റ സംഖ്യ, ഈവൻ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ. അപ്പോൾ 1 9 നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അടുത്ത് നമുക്ക് 2ൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, ഓക്കെ 2ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 2ൻ്റെ ആരൊക്കെ വരയ്ക്കാൻ പറ്റുന്നു? 2 4, ഡിഫറൻസ് 2 ആണ്, ഈവൻ ആണ്. 2 6 അതും പറ്റില്ല, ഡിഫറൻസ് 4 ആണ്, ഈവൻ ആണ്. പക്ഷേ 2 9 പറ്റും, കാരണം ഡിഫറൻസ് 7 ആണ്, അത് ഓഡാണ്. അപ്പോൾ 2 9 അടുത്ത എലമെൻറ്റ്. ഇനി 2ൽ വേറെ ഒന്നുമില്ല, 2ൻ്റെ റിലേറ്റഡ് ആയിട്ട് ആരുമില്ല. ഇനി 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 4 പറ്റും, കാരണം ഡിഫറൻസ് ഓഡ് നമ്പറാണ്. 3 4 എഴുതി. അടുത്തത് 3 6, കാരണം ഡിഫറൻസ് അവിടെ അതെ 3 ആണ്. സോ 3 6 അടുത്ത എലമെൻറ്റ്. ഇനി 3 9 പറ്റില്ല, ഡിഫറൻസ് ഇങ്ങനെ കാണണം, ഓടാണ് ഈവനാണ് ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ 5ൻ്റെ താഴേക്ക് എഴുതാം, 5 4 എഴുതാം. നിങ്ങളോട് ഡിഫറൻസ് എന്നേ പറഞ്ഞുള്ളൂ. ഓക്കെ, എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 4 ചെയ്താലും 4 നിങ്ങൾ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി. 5 4 അല്ലെങ്കിൽ ഡിഫറൻസ് എന്താ? 1 ആണ്. 5 4 പറ്റും, 5 6 പറ്റും. സോ 5 4 5 6 5 9 പറ്റില്ല. ഇത്രയേ ഉള്ളൂ റിലേഷൻ. ഓക്കെ, ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ്സിൻ്റെ സെറ്റ്, റേഞ്ച് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ്സിൻ്റെ സെറ്റ്.